ഹലോ ഫ്രണ്ട്സ്, എൻ്റെ മടി കാരണം എനിക്ക് കിട്ടിയ പണിയാണ് ഇന്ന്. മൂത്ത മോനെ ട്യൂഷനൊക്കെ വിട്ടു. അത് കഴിഞ്ഞപ്പോഴാണ് കറണ്ട് പോകുന്നത്. അപ്പോൾ എന്നാൽ കുറച്ച് സമയം കിടക്കാൻ കറണ്ട് വരുമായിരിക്കും എന്ന് കരുതി ആ കുറച്ച് സമയം ഇവിടെ കിടന്നതിൻ്റെ പണി 8ൻ്റെ പണിയാണിത്. ഗ്യാസ് കാലിയായി ഗൈസ്. അങ്ങനെ ഇന്ന് മൊത്തത്തിൽ ശുഭദിനമായിരുന്നു രാവിലെ തൊട്ടേ. അപ്പോൾ എല്ലാം വേഗം അടുപ്പേ കയറ്റി. ഗ്യാസെല്ലാം ആകുമ്പോൾ വേഗം എന്താ മോനിന്ന് ഇളയ മോന് കൊണ്ടുപോകാനായിട്ട് തക്കാളി ചോറ് മതിയെന്ന്. അതാകുമ്പോൾ എളുപ്പമാണല്ലോ, അവന് എന്തെങ്കിലും ഒരു ചെറിയ കറിയും കൂടെ മതിയല്ലോ, അത് കൊടുത്തു വിടുക എന്നൊക്കെയുള്ള പ്ലാനായിരുന്നു. ഗ്യാസ് ബുക്ക് ചെയ്തിട്ട് ഒരാഴ്ച മേളിലായി. മടി കാരണം പോയിട്ടില്ല ആ വഴിക്കോട്ട്. അപ്പോൾ അതാണ്ട് ആ മടി പിടിച്ചതിൻ്റെ എല്ലാം പണിയാണ് രാവിലെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പാല് കാച്ചാൻ വെച്ചിരിക്കുവാണ്. ഇനി അതാവട്ടെ. അത് കഴിയുമ്പോഴത്തേന് കറിക്കുള്ളത് വെക്കണം. അതിനുള്ള എല്ലാം അരിഞ്ഞ് പറക്കി കൊണ്ടുവരട്ടെ. വേഗം സവോള തോരൻ വെക്കാമെന്നോർത്ത്. അതാകുമ്പോൾ പെട്ടെന്നാവുമല്ലോ, ഒന്ന് വാടുമ്പോഴത്തേന് കറിയാവുമല്ലോ. ഇങ്ങനെ അടുത്ത് വെച്ചുണ്ടാക്കുമ്പോഴേ ഇച്ചിരി ഈ പുകയുടെ ഒക്കെ ഒരു ടേസ്റ്റ് ഇല്ലേ ആ വെച്ച കറിക്ക്. നേരത്തെ സ്കൂളിലൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പം അങ്ങനെ കൊണ്ട് ഉച്ചയ്ക്ക് കഴിക്കുമ്പോൾ ചെറിയൊരു പുകയുടെ ടേസ്റ്റൊക്കെ കൂട്ടിയുള്ള ചോറൂണൊക്കെ ഓർമ്മ വരുന്നു ഗൈസ്. അങ്ങനെ സവോളത്തോരനൊക്കെ മാറ്റി വെച്ചിട്ട് അകം ഒന്നുകൂടെ കഴുകിയിട്ട് ചട്ടി അടുപ്പി വെച്ചിട്ട് എണ്ണ ഒഴിക്കുകയാണ്. എണ്ണ എനിക്ക് വളരെ കുറച്ച് മാത്രം ഉപയോഗിക്കുന്നത് ഇഷ്ടം. ഇച്ചിരിയേ ഒഴിക്കത്തുള്ളൂ ഞാൻ, ആ പേരിന് മാത്രം. അപ്പം മുട്ട പൊരിക്കാവേ. അങ്ങനെ മോനെ കഴിപ്പിച്ചു. ഉപ്പുമാവും പഴവും ചായയുമായിരുന്നു. അത് കഴിഞ്ഞത് മോന് കൊണ്ടുപോകാനുള്ള ചോറെടുക്കണം. സപ്പോള തോരനും മുട്ട പൊരിച്ചതും പപ്പടവുമാണ്. തട്ടിക്കൂട്ട് പരിപാടിയായിപ്പോയി ഇന്ന് മൊത്തത്തിൽ. ഒന്നാതെ ലേറ്റായി, പിന്നെ ഗ്യാസ് ഇല്ല, അതിൻ്റെ കൂടെ കറണ്ടും ഇല്ല. മൊത്തം കുളമായ ദിവസമാണ്. ഞങ്ങളെത്തുമ്പോഴത്തേന് വണ്ടി വന്നു. ഓടിപ്പോയി അവൻ കയറി. അങ്ങനെ അവൻ പോയി. ഇനി നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ഗ്യാസ് എടുക്കാൻ പോകണം. വിളിച്ച് ചോദിച്ചപ്പോൾ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്, പോകണം. അങ്ങനെ ഗ്യാസ് എടുക്കാനായിട്ട് പോകുകയാണ് ഗൈസ്. അങ്ങനെ നമ്മളിവിടെ എത്തിയതേ ചോദിച്ചു. വ്യാഴാഴ്ച അതിലേ വന്നതല്ലായിരുന്നു, എന്താ എടുക്കാൻ വരാഞ്ഞെന്നാണ് ഫസ്റ്റ് ചോദ്യം ചോദിച്ചിട്ടാണെങ്കിലും ഗ്യാസ് കിട്ടി. തിരിച്ച് പോകുന്ന വഴി നമുക്ക് കോക്ടെയിലിനെ നോക്കാൻ കയറണേ. നമ്മുടെ കയ്യിലുണ്ടായിരുന്ന കോക്ടെയിൽ പാമ്പൊരെണ്ണം വിഴുങ്ങി. നമ്മൾ ഒരാഴ്ചയായിട്ട് ഹോസ്പിറ്റൽ കാര്യമൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് പാമ്പ് കയറി, ചേരപ്പാമ്പ് കയറി ഒരെണ്ണത്തിനെ വിഴുങ്ങി. അപ്പം മോൻ ഏതായാലും ആ സമയത്ത് മൂത്ത ആൾ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ ഇങ്ങനെ ഒച്ചയിടുകയും മണ്ണുവാരി എറിയുകയൊക്കെ ചെയ്തുകൊണ്ട് അത് ഇറങ്ങിപ്പോയി. അതുകൊണ്ട് മറ്റേതിനെ പിടിച്ചില്ല, അല്ലെങ്കിൽ രണ്ടിനെയും വിഴുങ്ങിയതിനെയായിരുന്നു. മോൻ അവിടെ എത്തിയോണ്ട് ഒരെണ്ണത്തിനെ കിട്ടി. അപ്പോൾ ഇനിയിപ്പോൾ അതിന് കൂട്ടിന് വേണ്ടിയിട്ട് ഫീമെയിലിനെ നോക്കാനായിട്ട് ഇറങ്ങിയതാണ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ചേച്ചിയുടെ കയ്യിൽ ജോഡിയെല്ലാം കിടക്കുന്നത്. അപ്പം പെണ്ണ് കുറവുക. അപ്പം ഇനിയും വേറെ അന്വേഷിച്ച് നോക്കണം. ചേച്ചിയുടെ ഇതൊന്നുമല്ല, ഒരുപാടുണ്ടായിരുന്നു, ഒത്തിരി ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ മാസമാണ് കുറേ എല്ലാത്തിനെയും കൊടുത്തത്. കുഞ്ഞുങ്ങൾ വിരിഞ്ഞിരിക്കുന്നത് കണ്ടോ? താഴത്തെ കൂട്ടിൽ മുകളത്തെ കൂട്ടിലും ഉണ്ട്, താഴത്തെ കൂട്ടിൻ്റെ അകത്തും ഉണ്ട്. വിരിഞ്ഞിരിക്കുവാണ്. എല്ലാം ജോഡികളാണ് ഇപ്പം ചേച്ചിയുടെ അടുക്ക കിടക്കുന്നത്. കുഞ്ഞുങ്ങളുണ്ട്, 10 മാസത്തിന് താഴെയുള്ള കുഞ്ഞുങ്ങൾ. അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് പോന്നു. ഗ്യാസ് കുറ്റി കൊണ്ട് വെച്ചു. എന്തൊരു സമാധാനമായെന്നറിയാം ഗ്യാസ് വന്നപ്പോൾ തന്നെ. അത് ഓണാക്കാൻ ഇച്ചിരി പാടാണ്, ഇച്ചിരി ടൈറ്റായിട്ടായിരിക്കുന്നത്. ഇച്ചിരി ബലത്തിൽ കൊടുത്താൽ മാത്രമേ അത് ഓണായി വരുള്ളൂ. എന്താണേലും അങ്ങനെ സക്സസ് ആയിരിക്കുകയാണ്. അങ്ങനെ ഗ്യാസിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. ഇനി കറണ്ട് വന്നിട്ടില്ല. അത് ആ പാത്രമെല്ലാം വാരിയിട്ട് കഴുകാൻ പോവാണ്. വെള്ളവും പണി തന്നു തുടങ്ങി. പവർ അങ്ങോട്ട് കുറഞ്ഞപ്പോൾ കോരി കഴുകിയേക്കാം എന്ന് വിചാരിച്ചത് കോരിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഈ പ്ലേറ്റിനെ പറ്റി പറയുവാണല്ലേ, ഒരുപാടുണ്ട് കഥ. എന്താണെന്നറിയാമോ? കൊച്ചിലെയൊക്കെ നമ്മുടെ വീട്ടിൽ വിരുന്നുകാർ വരണം ഇതുപോലത്തെ ഒരു പ്ലേറ്റ് വെളിയിൽ കാണണേല്. സ്വന്തമായിട്ട് മേടിച്ച് വെക്കുന്നതല്ല, വല്ല സ്വർണ്ണമൊക്കെ എടുക്കാൻ പോകുമ്പോഴൊക്കെ ആ കൂടെ ഫ്രീ ആയിട്ട് നമുക്ക് പഴയ കാലത്തൊക്കെ കിട്ടുമല്ലായിരുന്നോ? കുപ്പി പ്ലേറ്റ്, കുപ്പി ഗ്ലാസ്, അങ്ങനെയൊക്കെ.
അതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് എടുത്ത് അതിലൊന്ന് കഴിക്കണമെന്ന് വെച്ചാൽ നടക്കത്തില്ല. സ്റ്റീൽ പ്ലേറ്റിൽ മാത്രമേ നമ്മൾ കഴിക്കാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് ആരെങ്കിലും വിരുന്നുകാർ വരുമ്പോ മാത്രം ഇതൊക്കെ വിളി വരും. അവർ പോകുന്ന സ്പീഡിൽ ഇത് അങ്ങോട്ട് പോകും. അതുകൊണ്ടുണ്ടല്ലോ ഞാനിവിടെ പിള്ളേർക്ക് വേണ്ടിയിട്ട് മേടിച്ച് വെച്ചേക്കുന്നതാ. എന്ന് വെച്ചാൽ നമുക്കൊക്കെ ഇപ്പോഴും ഞാനൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോഴേക്കോ അതുപോലത്തെ പ്ലേറ്റ് അതൊക്കെ നമ്മുടെ മനസ്സിലൊക്കെ ഒരു വിഷമമായിട്ട് കിടക്കുന്നില്ലേ. അതിന് ഇങ്ങനത്തെ പ്ലേറ്റ് മേടിച്ച് ഞാനും അമ്മ കാണുമ്പോ അമ്മയ്ക്ക് മനസ്സിലാവും, ഇതൊക്കെ ഓർമ്മ വരും. പ്ലേറ്റ് അതെടുക്കല്ലോ പൊട്ടിപ്പോവും, കൊണ്ടുവച്ചോളാം. അങ്ങനെ ഇങ്ങനെ ആരെങ്കിലും വരും, എപ്പോഴോ വരുന്ന വിരുന്നുകാർക്ക് വേണ്ടിയിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ. അതുകൊണ്ട് അമ്മയ്ക്ക് ഓർമ്മ വരും അമ്മയ്ക്കും. അങ്ങനെ പാത്രം കഴുക്കൽ എന്ന അപാരത കഴിഞ്ഞു ഗൈസ്. ഇനി ഓമയ്ക്ക പറിക്കാൻ പോവാവേ. ഓമയ്ക്കപ്പഴം കുറച്ച് നിൽക്കുന്നത് ഞാൻ മുമ്പേ കണ്ടായിരുന്നു വരുമ്പോൾ. ഇപ്പം പടച്ച് ചാണകക്കുഴി കിടന്നേനെ, എന്നാലും വീണില്ല, കല്ലൊന്ന് ഇളകിയത് മാത്രമേ ഉള്ളൂ. ഇവിടെ പിന്നെ കിളികൾക്കും കാക്കയ്ക്കും ഒന്നും ഇപ്പം ഇതൊന്നും വേണ്ട, തിന്ന് നിന്ന് മടുത്തു. ഇടയ്ക്കൊക്കെ സൈഡിൽ കുത്തിയിട്ടിട്ടുണ്ട്. വയ്യാത്ത കാലമുണ്ടോ? കാലൊരെണ്ണം വയ്യാത്ത, സുന്ദരിയുടെ കാലൊരെണ്ണം വയ്യാത്തതാ. അർജു എന്നെ മിട്ടൂസ് നോക്കുന്നു ഇങ്ങനെ. അർജു നക്കിയതാ കുട്ടനെ മതി എന്നെ അർജുത് കുട്ടനെ മിട്ടൂസ് മിട്ടൂസ്. എന്താ ഭംഗിയല്ലേ ഗൈസ്, പൂ നിൽക്കുന്നത് നോക്കിക്കേ. അയ്യോ എന്താ ഭംഗി. രാവിലെയൊക്കെ ഇങ്ങനെ കിളികളൊക്കെ വന്നിരുന്ന് തേൻ കുടിക്കുന്നതൊക്കെ കാണാം, നല്ല രസമാണ്. ഇതിങ്ങനെ കളർഫുള്ളായിട്ട് ഇപ്പം നിൽപ്പുണ്ട്, ചെടി പോലും കാണത്തില്ലാത്ത പോലെ. ഈ ചെടിയുടെ കഥയൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ സമയം ഉച്ചയായി, ഇതുവരെ കറണ്ട് വന്നിട്ടില്ല. ഇനി ഞാൻ പോയി കുളിച്ച് വല്ല ചോറും കഴിക്കട്ടെ. കാന്താരി ഉരുട്ടി അരച്ച് ചമ്മന്തി, അല്ല അരച്ചുരുട്ടിയ ചമ്മന്തി, കാന്താരി മുളക്, ചെമ്പിപ്പുളി, ബാക്കിയൊക്കെ പിന്നെ. അപ്പോൾ ശരി ഗൈസ്.